ഹിലാൽ പബ്ലിക് സ്കൂൾ, പൊന്നാനി. കേരള മുസ്ലിം ജമാഅത്ത് പൊന്നാനി സോൺ ആദർശ സമ്മേളനം മെയ് 9 വെള്ളിയാഴ്ച പൊന്നാനി ബസ് സ്റ്റാൻഡ് പരിസരം നടക്കുകയാണ്. കേരളത്തിലെ എല്ലാ സോണുകളിലും കേരള മുസ്ലിം ജമാഅത്ത് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ ആദർശ സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പൊന്നാനി സോണിൽ ആദർശ സമ്മേളനം വരുന്നത്. മനുഷ്യർക്കൊപ്പം കർമ്മ സാമയികം എന്ന ശ്രദ്ധേയമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഈ ആദർശ സമ്മേളനങ്ങൾ നടന്നു വരുന്നത്. മനുഷ്യരുടെ നീറുന്ന പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് അവരെ കൂടെ നിർത്തി അവരോടൊപ്പം നിന്നുകൊണ്ടുള്ള കർമ്മ പദ്ധതികളാണ് കേരള മുസ്ലിം ജമാഅത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുന്നതിനായി കേരള മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ പദ്ധതികൾ നടന്നു വരികയാണ്. 125 ആദർശ സമ്മേളനങ്ങൾ, 5 ആദർശ സെമിനാറുകൾ, 620 ഫാമിലി മീറ്റുകൾ, 8025 പഠനവേദികൾ, ഇങ്ങനെ മറ്റ് പദ്ധതികൾ നീണ്ടുപോകുകയാണ്. പൊന്നാനി സോൺ ആദർശ സമ്മേളനം 2025 മെയ് 9 വെള്ളിയാഴ്ച പൊന്നാനിയിൽ നടക്കുകയാണ്. 4 മണിക്ക് വൈകിട്ട് സി മുഹമ്മദ് ഫൈസി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മൊയ്തു ബാക്കവി മാടവന, സൈദലവി മാസ്റ്റർ ചെങ്ങര, അബ്ദുൾ റഷീദ് സക്കാഫി പത്തപിരിയം, സി കെ റാഷിദ് ബുഖാരി, മർസൂഖ് സൈദി, അബ്ദുൾ റഷീദ് സക്കാഫി കുറ്റിയാടി തുടങ്ങിയ പ്രമുഖരായ പണ്ഡിതന്മാരും മറ്റ് പ്രമുഖരും പങ്കെടുക്കുന്നു. പരിപാടിയുടെ ഭാഗമായി സോണിലെ 41 യൂണിറ്റുകളിലും ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശ്രദ്ധേയമായ വാഹന പ്രചരണ ജാഥ വ്യാഴാഴ്ച നടക്കാൻ പോവുകയാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് പെരുമ്പടപ്പ് പുത്തമ്പള്ളി ജാറത്തിൽ നിന്ന് പതാക വഹിച്ചുകൊണ്ട് പതാക ജാഥ 100 കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ പ്രവർത്തകർ ഒന്നിച്ച് സമ്മേളന നഗരിയിൽ എത്തിച്ചേരുകയും വൈകിട്ട് 5 മണിക്ക് നഗരിയിൽ പതാക സ്വാഗത സംഘം ചെയർമാൻ KM മുഹമ്മദ് കാസിം കോയ ഹാജി ഉയർത്തുന്നതുമാണ്. പൊന്നാനിക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. പൊന്നാനി മലബാറിലെ മക്കയാണ്. അല്ല, യഥാർത്ഥ ഒരു വഴി, മുസ്തഖീമായ വഴി, ചൊവ്വായ വഴി, അത് ഹക്കായ അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ പാതയാണ്. ആ പാതയിലൂടെ നടത്തുന്ന ഒരു എല്ലാവരും വിഭാഗം പറയുന്നത് മുസ്തഖീമ വഴി നമ്മുടേതാണെന്നൊക്കെ പറയും. മുസ്തഖീമായ വഴിയെന്ന് പറഞ്ഞാൽ ആ ഒരു വഴിയെന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ശക്തമായ ആദർശം തന്നെയാണ്. ഈ ആദർശം എന്ന് പറഞ്ഞാൽ ആ പൂർവികരമായ വഴിയിൽ കൂടെ സൈനുദ്ദീൻ മഖ്ദൂം എന്ത് കാണിച്ചുവോ, അതേ പ്രകാരം സാനി സൈനുദ്ദീൻ മഖ്ദൂം എന്ത് കാണിച്ചുവോ, സിയാറത്ത് പള്ളി ഇബ്രാഹിം ഖാജ മഖ്ദൂം, ഇവിടെ ആദ്യം വന്ന മഹാനാണ് ഇബ്രാഹിം ഖാജ മഖ്ദൂം, സിയാറത്ത് പള്ളികൾ. ആ പാതയാണ് നമ്മുടെ ഏറ്റവും വലിയ, ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ നേതാക്കൾ ചില്ലറക്കാരൊന്നുമില്ല, സ്റ്റേറ്റ് നേതാക്കളാണ്. അവർ ഈ കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യർക്കൊപ്പം കർമ്മ സാമായികം, അത് നമ്മൾ പറയും. മുസ്തഖീം എന്താണ്? വി ഹാവ് എ സിസ്റ്റം, നമുക്കൊരു വഴിയുണ്ട്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ആ വഴിക്ക് നമുക്ക് പോകാവൂ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, ആ വഴി എന്ന് പറഞ്ഞാൽ വി ഗോ ബൈ ദി സിസ്റ്റം, വി ഹാവ് എ സിസ്റ്റം, വി ഗോ ബൈ ദി സിസ്റ്റം. അംബിയ മുർസൽ സിദ്ദീഖുകൾ സുഹദാക്കൾ സ്വാലിഹീങ്ങൾ വന്ന് ആ വഴിയിൽ കൂടെ ഇറങ്ങും. വൈരിൽ മഅ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. വി ഡോണ്ട് ബ്രേക്ക് ഇറ്റ്, അത് ബ്രേക്കാണ്. ആ വഴിക്ക് നിങ്ങൾ കടക്കരുത്, ആ വഴിക്ക് പോകരുത്. ഏത് വഴി? നസാറാക്കൾ ജൂതന്മാർ എന്നുള്ള ആ വഴിയിൽ കൂടെ നിങ്ങൾ കടക്കരുത്. ഈ മയക്കുമരുന്നിൻ്റെയും അതുപോലെ തന്നെ ഈ കള്ളിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ നാടിപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്.
കള്ളിൻ്റെ വിഷയം ഇത് നമ്മൾ പൊന്നാനി മഹദൂമിന് മണ്ണിൽ കിടന്ന് കളിക്കുന്നു. കള്ളിൻ്റെ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തുറക്കൂല ഇങ്ങനെ ഈ അവസ്ഥയിൽ അതൊക്കെ ഒന്ന് ശരിക്കൊന്ന് സുഖകരമല്ല, നാടിനെ പറയിപ്പിക്കുന്നൊരവസ്ഥയിലേക്കാണ് ഈ പോകുന്നത്. രാഷ്ട്രീയക്കാർക്കും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. പറയപ്പെട്ട വാഹന പ്രചരണ നാളെ രാവിലെയാണ് തുടങ്ങുന്നത്. അത് എല്ലാ 40 പൊന്നാനി സോണിലുള്ള 40 യൂണിറ്റ് ഇത് അവിടെ വെച്ച് ഇതിൻ്റെ ആവശ്യകതയെപ്പറ്റി വിശദീകരണം നടത്തും. നാളെ വൈകുന്നേരമാണ് സിയാറത്ത് പുത്തമ്പള്ളി സിയാറത്ത് കർമ്മം നിർവഹിച്ച് പതാക ഇതുമായി വന്ന് പതാക ഉയർത്തൽ ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് കേരളത്തിലെ സമുന്നതരായ പണ്ഡിതന്മാരും സാദാത്തുക്കളും പങ്കെടുക്കുന്ന ആദർശ സമ്മേളനമാണ്. മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.